ഔ സന്തോഷം! ഐക്യരാഷ്ട്രസഭ എന്ന സംഘടന പിരിച്ചുവിട്ടിട്ടില്ല. അതിപ്പോഴും ഫങ്ഷനിങ്ങിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. ഐക്യരാഷ്ട്ര സംഘടന എന്ന സംവിധാനം നിർത്തലാക്കിയെന്നാണ് പലരും സംശയിച്ചത്. കാരണം ഫെബ്രുവരി 28 അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് സമാധാന ചർച്ചകളുടെ സാമാന്യ മര്യാദ പോലും കണക്കിലെടുക്കാതെ ഇസ്രയേലും അമേരിക്കയും ഏകപക്ഷീയമായി ഇറാനെ കയറി ആക്രമിച്ച് 165ഓളം പിഞ്ചു പെൺകുഞ്ഞുങ്ങളെ ഒറ്റയടിക്ക് ബോംബിട്ട് കൊന്നു. തീർന്നില്ല, പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആ രാഷ്ട്രത്തിൻ്റെ പരമോന്നത ആത്മീയ നേതാവിനെ വധിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. തീർന്നില്ല, അവരുടെ എണ്ണപ്പാടങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ നിരവധി ബോംബാക്രമണങ്ങൾ നടത്തി. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഇറാനിൽ അത് ഇടയാക്കി. ഐക്യരാഷ്ട്രസഭ എന്നൊരു സംഘത്തെക്കുറിച്ചോ അതിൻ്റെ റീസൊല്യൂഷൻസ് എന്നൊരു സംവിധാനം, പ്രമേയങ്ങൾ പാസ്സാക്കുക എന്ന സംവിധാനത്തെക്കുറിച്ചോ ഒരു ശബ്ദവും നമ്മൾ കേട്ടില്ല. അന്ന് തന്നെ ഇറാൻ തിരിച്ചടിച്ചു. ഏതൊരു രാജ്യത്തു നിന്നാണോ അവരെ ആക്രമിക്കാൻ പുറപ്പെട്ടത്, ആ രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളെയാണ് അവർ തിരിച്ചടിച്ചത്. അത് സൗദി അറേബ്യ മുതൽ കുവൈറ്റ്, ബഹ്റൈൻ, UAE, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളാണ്. അവിടെ എല്ലാം അമേരിക്കയുടെ ബേസുകളാണ്. ആ ബേസുകളിൽ നിന്ന് പലതിൽ നിന്നുമാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആ രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളിലേക്ക് അവർ തിരിച്ചടിക്കാനും തുടങ്ങി, ഒപ്പം ഇസ്രായേലിലേക്കും. ഈ സമയത്തും നമുക്ക് UN കുറിച്ചോ UN സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചോ യാതൊരു വിവരവുമില്ല. സമ്പൂർണ്ണ സൈലൻസ് ആയിരുന്നു ആ ഭാഗം. ഏതായാലും തിരിച്ചടി ഇസ്രയേലിലേക്ക്, ടെൽ-അവീവിലേക്ക്, അതിൻ്റെ മറ്റു പ്രാന്തപ്രദേശങ്ങളിലേക്ക്, നഗരങ്ങളിലേക്ക് എല്ലാം വ്യാപിച്ചു നിക്കക്കള്ളിയില്ലാതായപ്പോൾ അടിയന്തരമായി 28 തുടങ്ങിയ യുദ്ധത്തിന്, ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം മാർച്ച് 11 UN സെക്യൂരിറ്റി കൗൺസിൽ അറിഞ്ഞു എന്നാണ് പറയുന്നത്. അന്ന് തന്നെ യോഗം കൂടി. 10 അറിഞ്ഞു, 11 യോഗം കൂടി. 2817 റീസൊല്യൂഷനായി പ്രമേയം പാസാക്കി രക്ഷാ കൗൺസിൽ. ഇസ്രായേലിൻ്റെ പേരെടുത്ത് പറയാതെ ഗൾഫ് രാജ്യങ്ങളുടെ മാത്രം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ ഇറാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സമാധാനം കെടുത്തിക്കൊണ്ട് ആക്രമിക്കുന്നു എന്നൊരു റീസൊല്യൂഷനാണ് പാസ്സാക്കിയിട്ടുള്ളത്. ഇറാൻ ഉടനടി വെടിനിർത്തണം, ഉടനടി യുദ്ധം നിർത്തണം. ഇറാനിലേക്ക് ആക്രമിക്കുന്നത് നിർത്തണമെന്ന് അമേരിക്കയോടോ ഇസ്രായേലിനോടോ പറയുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ബേസുകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ കുറിച്ച് കൊണ്ടുന്നില്ല. ഇറാൻ ഉടനടി വെടിനിർത്തണം. അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, ഇറാൻ്റേത് മാത്രം, മറ്റുള്ളത് ലംഘനമല്ല. ഈ രീതിയിൽ പ്രമേയം പാസാക്കി 13 രാജ്യങ്ങൾ അതിനെ അനുകൂലിച്ചു. മറ്റ് എതിർത്തവർ ആരുമില്ല. റഷ്യയും ചൈനയും അതിൽ നിന്ന് വിട്ടുനിന്നു. ബാക്കി 135ഓളം രാജ്യങ്ങൾ ഇതിനെ അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഈ റീസൊല്യൂഷനെ UN കുറ്റം പറയാനാവില്ല. UN ഇടപെടലിനെ, ഇപ്പോഴെങ്കിലുള്ള ഈ ഇടപെടലിനെയും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ ഇതൊരു പക്ഷപാതപരമായി പോയില്ലേ എന്ന് നിഷ്പക്ഷമതികൾക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് UN ഈ ഇടപെടൽ, ഇപ്പോഴത്തെ ഇടപെടൽ. കാരണം ഇത് ഫെബ്രുവരി 28 തന്നെ ഇസ്രായേലും അമേരിക്കയും ഇറാനിലെ ടെഹ്റാനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബോംബിട്ടപ്പോൾ തന്നെ, അവിടുത്തെ ആത്മീയനാഥനെ നിഷ്കരണം വധിച്ചപ്പോൾ തന്നെ ഈ UN ഇതുപോലെ യോഗം ചേർന്ന് ഒരു അപലപനമെങ്കിലും നടത്താമായിരുന്നു. അവർക്ക് നടത്തിയില്ല. പക്ഷേ തിരിച്ചടി തുടങ്ങിയപ്പോൾ മാത്രമല്ല, അമേരിക്കയുടെ നിരന്തരമായ വളഞ്ഞ വഴിയിലൂടെയുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള വീണ്ടും കരാർ ഒപ്പിടാനും സമാധാന ചർച്ച നടത്താനുള്ള അപേക്ഷകൾ തള്ളപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ UN ഇടപെട്ടിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമലംഘനമാണത്രേ. ഇസ്രായേൽ ലോകത്തെ എവിടെ ബോംബിട്ടാലും, അമേരിക്ക എവിടെ കയ്യേറിയാലും, എത്ര രാജ്യങ്ങൾ നശിപ്പിച്ചാലും അന്താരാഷ്ട്ര നിയമത്തിന് ഒരു പോറലും ഏൽക്കില്ല. അതേസമയത്ത് അവർക്ക് തിരിച്ചടി കിട്ടിയാൽ, അവരെ തിരിച്ചടിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി തീരും എന്ന വിചിത്രമായ ഈ വാദം സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നു ലോകത്തെ. മാസങ്ങളായി തുടർച്ചയായുള്ള വെല്ലുവിളികളും ഭീഷണികളും
ഇപ്പോൾ നശിപ്പിച്ചു കളയും. ഇപ്പോൾ റെജിം ചേഞ്ച് വരുത്തും. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിച്ചും അതിന് സമ്പത്തും ആയുധങ്ങളും ഇറക്കിക്കൊടുത്തും ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അവസാനം കഠിനമായ വെല്ലുവിളികളിലൂടെ ആ രാജ്യത്തെ അവിടുത്തെ നേതാക്കളെ വധിക്കുമെന്ന് പറഞ്ഞു. അവിടുത്തെ നിരവധി നേതാക്കളെ വധിച്ചു. ആ ആത്മീയ നേതാവ്, പരമോന്നത നേതാവിനെ പോലും വധിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളുടെ പേരിൽ ബോംബ് വർഷിച്ചു. അവിടെ എണ്ണപ്പാടങ്ങളും മറ്റ് ജനവാസ കേന്ദ്രങ്ങളും തകർത്തെറിഞ്ഞു. ഈ സമയത്തൊന്നും യാതൊരു പ്രശ്നം അന്താരാഷ്ട്ര നിയമത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല, ആരും അറിഞ്ഞതുമില്ല. അതേ സമയത്ത് ഇതേ ഇറാൻ നിൽക്കക്കള്ളിയില്ലാതെ ശത്രുവിനോട് സന്ധി ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളായി, മറ്റു കരാറുകളായി, ജനീവ കരാറുകളായി പല പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ട് പുതിയ റീസൊല്യൂഷൻസായി ജനം സമാധാനമാണ് ലോകത്തിന് ആവശ്യം എന്നുള്ള ബോധോദയമായി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നായിരുന്നു അമേരിക്കയുടെ ഈ ഓപ്പറേഷൻ്റെ പേര്. ഇസ്രായേലിൻ്റേത് റോറിംഗ് ലയണാണ് അത്രേ, ഗർജിക്കുന്ന സിംഹം. മറ്റേത് ഐതിഹാസിക ഭ്രാന്തിൻ്റെ സൈനിക നീക്കം എന്നും. ഏതായാലും ആളുകൾ ദോഷൈക ദൃക്കുകൾ പറഞ്ഞു അമേരിക്കയുടേത് എപ്പിക് ഫ്യൂരി അല്ല, എപ്സ്റ്റൈൻ ഫ്യൂരി ആണെന്ന്. അതെന്തെങ്കിലും ആവട്ടെ, അത് അമേരിക്കയുടെയും ആഗോള സാംസ്കാരികതയുടെയും സദാചാര ബോധത്തിൻ്റെയും മറ്റൊരു ഇഷ്യൂ ആണത്. ഇതാകട്ടെ ഈ ഇപ്പോഴത്തെ ഗൾഫ് യുദ്ധം, അതിൽ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നതിലോ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട് ലോകത്തൊരു ഊർജ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിലോ ആർക്കും അനുകൂലമില്ല. ആരും അതിൽ ഇറാനെ അനുകൂലിക്കുന്നുമില്ല, ആരെയും അനുകൂലിക്കുന്നില്ല. പക്ഷേ ആഗോള മധ്യസ്ഥൻ എന്ന നിലക്ക് UN പോലെയുള്ള സെക്യൂരിറ്റി കൗൺസിലുകൾ ചെയ്യേണ്ടിയിരുന്നത് നിഷ്പക്ഷത കൈക്കൊണ്ടുകൊണ്ട് ഇതിൽ അക്രമം പ്രവർത്തിക്കുന്നതിനെതിരെ പ്രസ്താവനയെങ്കിലും നടത്താമായിരുന്നു. അതുപോലും ചെയ്യാതെ ഏകപക്ഷീയമായി ആദ്യം തുടങ്ങി വെച്ചതിനെ കുറിച്ച് അറിഞ്ഞില്ലെന്ന മട്ട് നടിച്ചുകൊണ്ട് രണ്ടാമത് അതിന് തിരിച്ചടിക്കുമ്പോൾ മാത്രം ആ ആഗോള സമാധാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നത് എത്രമാത്രം പരിഹാസ്യമാണ്, ജുഗുപ്സാവഹമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശീതസമരത്തിനു ശേഷം ഏകധ്രുവ ലോകം നിലവിൽ വന്നപ്പോൾ മുതൽ ഭയപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഏകധ്രുവ ലോകം അമേരിക്ക പ്രസിഡന്റും ഇസ്രായേൽ സെക്രട്ടറിയുമായി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ GCC എക്സിക്യൂട്ടീവ് അംഗങ്ങളും യൂറോപ്പും എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ഈ ലോകക്രമം ഏതായാലും അധികകാലം നീണ്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല. ലോകം അതിൻ്റെ യാഥാസ്ഥിതിക മുതലാളിത്ത ലോകമല്ല, അതായത് ഓർത്തഡോക്സ് ഇമ്പീരിയലിസം, ഓർത്തഡോക്സ് ക്യാപിറ്റലിസം അങ്ങനെ തന്നെ നിലകൊള്ളുകയുള്ളൂ. അവർക്ക് മാറ്റം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അവർക്ക് അവരുടെ ഭരണം അധികാര പരിധിയിലുള്ള യുവജനങ്ങൾ, ബഹുജനങ്ങൾ പക്ഷേ ഈ പരമ്പരാഗത ഓർത്തഡോക്സ് ക്യാപിറ്റലിസത്തിനും ഇമ്പീരിയലിസത്തിനും എതിരായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. ഇത് തന്നെ ഈ ചിന്ത ഇത് തെരുവുകളിൽ പ്രതിഫലിക്കാനും ആരംഭിച്ചിട്ടുണ്ട് എന്ന് കാണാം. അതായത് ലിബറൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റുകളാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടെ നടന്ന ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ മേയറൽ പോസ്റ്റിന് വേണ്ടി മത്സരിച്ച മംദാനി പറഞ്ഞത് ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂയോർക്കിൽ മേയർ എന്ന നിലക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ഈ ലോകത്തിന്റെ ഭാവി ഇപ്പോൾ നിലവിലുള്ള ഈ ഏകധ്രുവ ലോകത്തിന്റെ ബദലായി വരാൻ പോകുന്നത് സോഷ്യലിസത്തോട് ഒട്ടി നിന്നുകൊണ്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സംവിധാനമായിരിക്കും. തീർച്ചയായും അതിന് ലിബറൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും നമുക്ക് പ്രതീക്ഷ നൽകുന്നു യൂറോപ്പിലെ തെരുവീഥികൾ, അവിടുത്തെ യുവജനങ്ങൾ, അതേപോലെ ലോകശക്തികളിൽ ചൈനയും റഷ്യയും മറ്റൊരു ന്യൂക്ലിയർ പവറായ നോർത്ത് കൊറിയയും യൂറോപ്പിലെ യുവജനങ്ങളുമായാൽ ലോകക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാവും എന്ന തോന്നിപ്പിക്കലിന് ഈ ഗൾഫ് യുദ്ധം നിമിത്തമായി എന്ന് പറയേണ്ടി വരും. ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ അവസ്ഥ തീർച്ചയായും മാറും. കുറച്ച് വർഷങ്ങൾ എടുക്കുമെങ്കിലും അടുത്ത അവസ്ഥ ഒരിക്കലും നമ്മുടെ ഇപ്പോഴുള്ള ഈ പഴഞ്ചൻ പ്രാകൃത മുതലാളിത്തമോ കമ്മ്യൂണിസത്തിന് തന്നെ
മറ്റ് ഭീകരരൂപങ്ങളോ ആയിരിക്കില്ല. കുറെ കൂടി ലിബറലൈസ് ചെയ്ത, കുറെ കൂടി പരിഷ്കരിക്കപ്പെട്ട ഇതിൻ്റെയൊക്കെ ഒരു രൂപം നമുക്ക് കാണാനാവും. അതിലൂടെ ആയിരിക്കും ലോകത്തിൻ്റെ ഇനിയുള്ള മോചനം സംഭവിക്കാനിരിക്കുന്നത്. അതായത് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം കൊണ്ട് ലോകവ്യാപകമായ ഒരു സംവിധാനം നിലവിൽ വരികയും ലോക പോലീസായി ആരുമില്ലാതെ അവരോധിച്ച ഒരു രാജ്യമില്ലാതിരിക്കുകയും എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു നൽകുന്ന ഒരു ഡെമോക്രാറ്റിക്കൽ വേൾഡ് നിലവിൽ വരികയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വക കാണുന്നുണ്ട്. അത് ആ പ്രതീക്ഷ നമുക്ക് നൽകുന്നത് നമ്മുടെ ഏഷ്യൻ ചേരിയിലുള്ള രണ്ട് വൻ ശക്തികളും ചൈന, റഷ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളും യൂറോപ്പിലെ ലിബറൽ സമൂഹങ്ങളുമാണ് നമുക്ക് ഈ പ്രതീക്ഷ നൽകുന്നത്. കാരണം അവരുടെ യാഥാസ്ഥിക നേതാക്കന്മാരെ, യാഥാസ്ഥിക രാഷ്ട്രീയ സംവിധാനങ്ങളെ വെറുത്തു തുടങ്ങി, മടുത്തു തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് അവരുടെ തെരുവുകളിൽ അതാത് രാജ്യങ്ങൾക്കെതിരായി, പ്രത്യേകിച്ച് അമേരിക്കക്കെതിരായി, ഇസ്രയേലിൽ പോലും ആ ഭരണകൂടത്തിനെതിരായി, നെതന്യാഹുവിനെതിരായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾ അതാണ് കാണിക്കുന്നത്. അടുത്ത ലോകം നയിക്കുക, നിയന്ത്രിക്കുക ഈ സംവിധാനങ്ങളായിരിക്കും. നാം പറഞ്ഞതുപോലെ സോഷ്യലിസത്തിനും മുതലാളിത്തത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും മാന്യമായ ഇടം നൽകുന്ന ഒരു സംവിധാനം. കേവല യാഥാസ്ഥിതിക ഇമ്പീരിയലിസത്തിന് പകരം അതിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിമുക്തമായ ഒരു ലോകം, സ്വതന്ത്രമായ ഒരു ലോകം, കുറെ കൂടി ശ്വാസോച്ഛ്വാസം നടത്താൻ എളുപ്പമുള്ള ഒരു ലോകമായിരിക്കും അതിലൂടെ സംജാതമാവുക എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തു തന്നെ ആയാലും ഈ യുദ്ധം അവസാനിക്കും തീർച്ചയായും. വലിയ അംഗഭംഗം വരുന്ന ഒരു ലോകത്തെ അവശേഷിപ്പിച്ചുകൊണ്ടാണെങ്കിലും ഇത് അവസാനിക്കുക തന്നെ ചെയ്യും. കാരണം ഇതിലൂടെ മുന്നോട്ട് പോവുക സാധ്യമല്ല. ഇപ്പോഴുള്ള ആയുധ ബലത്തിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കാനും സാധ്യത കുറവാണ് കാണുന്നത്. അത് ഇറാനായാലും എതിർപക്ഷമായാലും. കാരണം എല്ലാവർക്കും ഈ ലോകം ബാക്കി നിൽക്കണം എന്നുണ്ട്. കാരണം ലോകമുണ്ടെങ്കിലേ ഇവരുടെ കളികൾ മുഴുവൻ നടത്താൻ സാധിക്കുകയുള്ളൂ. ചുമരില്ലാതെ എന്ത് ചിത്രം? ലോകം ചുമരാണ്. അതിൽ ചിത്രം വരക്കണമെങ്കിൽ, ഇവർക്ക് യുദ്ധം ചെയ്യണമെങ്കിലും സമ്പാദിക്കണമെങ്കിലും എഫ്സ്റ്റീൻ ഫയലുകൾ ആവർത്തിക്കണമെങ്കിലും ലോകം നിലനിന്നേ തീരുള്ളൂ. അതുകൊണ്ട് ഇതിലെ അക്രമി സംഘത്തിനും ലോകം നശിപ്പിക്കാൻ ആഗ്രഹമില്ല. അതിനെ പ്രതിരോധിക്കുന്ന സംഘബലം കുറഞ്ഞ വിഭാഗങ്ങൾക്കും ഈ ലോകം നശിച്ചു കാണണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കും. ഒരു പക്ഷേ ഉണങ്ങാത്ത പല മുറിവുകളും അവശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അവസാനിക്കുക എന്ന് മാത്രം. പക്ഷേ അത് ഭാവിയുടെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് വഴി തുറക്കുന്ന രീതിയിലായിരിക്കും ഈ യുദ്ധം അവസാനിക്കുക എന്നുകൂടി പ്രത്യാശ തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ. UN സെക്യൂരിറ്റി കൗൺസിലിനെ അപഹസിക്കാനോ കുറച്ചു കാണാനോ ശ്രമിക്കുന്നത് ബുദ്ധിശൂന്യതയായിരിക്കും, യുക്തിരാഹിത്യമായിരിക്കും. അത് മാനവികതയ്ക്ക് എതിരുമാണ്. കാരണം ലോകത്താകമാനം അധികാരമുള്ള, കൈകാര്യ കർത്തൃത്വ ശേഷിയുള്ള ഒരു സംവിധാനം നമുക്ക് അനിവാര്യമാണ്. കാരണം ഓരോ രാജ്യങ്ങളും ഓരോ തരത്തിൽ അവരവരുടെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പകരം നിയന്ത്രിതമായ ഒരു ലോകം, അതിനുമേൽ നിയന്ത്രണമുള്ള ഒരു സംവിധാനം, അത് UN എന്ന പേരിലായാലും ശരി, മറ്റേതെങ്കിലും പേരിലായാലും ശരി, നമുക്കുണ്ടായേ തീരൂ. കാരണം അതാണ് അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള വ്യവസ്ഥാപിതമായ രീതി അതാണ്. കാരണം എല്ലാവരും അവരവർക്ക് തോന്നിയ രീതിയിൽ പെരുമാറുന്നതിന് പകരം അതുകൊണ്ട് സംഘർഷഭരിതമായ ഒരു ലോകം ഉണ്ടായിത്തീരുകയേ ഉള്ളൂ. അതേസമയത്ത് എല്ലാവരുടെയും നിയന്ത്രണമുള്ള ഒരു സംവിധാനം UN പോലെ ഒന്ന്, UN നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്, കൂടുതൽ പക്ഷപാതരഹിതമാക്കുകയാണ് വേണ്ടത്, അതിനെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാക്കി തീർക്കുകയാണ് വേണ്ടത്. കേവലം അമേരിക്കയുടെ ഔദാര്യം കൊണ്ട് അവരുടെ കെട്ടിടവും അവരുടെ വാടകയും ചെലവും വട്ടച്ചെലവും കൊടുത്തുകൊണ്ട് നിർത്തുന്ന ഒരു സംവിധാനത്തിന് പകരം ലോകം മുഴുവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമായി, ഒരു നിഷ്പക്ഷമായ ഒരു സംവിധാനമായി UN നമ്മൾക്ക് വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പുതിയൊരു ലോകക്രമത്തിന് പുതിയൊരു ആഗോള സംവിധാനവും ആഗോള നിയമ സംവിധാനവും വ്യവസ്ഥാപിതമായ രീതികളും അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തട്ടെ. നമുക്ക് ഗൾഫ് യുദ്ധം ഈ വേഗം അവസാനിച്ചു കിട്ടാൻ വേണ്ടി എന്ത് വില കൊടുത്തും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിലാണ് ബുദ്ധി. എന്ത് തർക്കങ്ങളും വിതർക്കങ്ങളും ഉന്നയിച്ചുകൊണ്ട് യുദ്ധങ്ങളെ നീട്ടിക്കൊണ്ടു പോകുന്നത് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അംഗീകരിക്കാനാവാത്തതാണ്. യുദ്ധങ്ങൾ അവസാനിക്കുന്നതിന് വേണ്ടി എന്ത് യുക്തിഭംഗം വന്നാലും ശരി, എന്തെല്ലാം മണ്ടത്തരങ്ങൾ ചെയ്യേണ്ടി വന്നാലും ശരി, യുദ്ധം ഇല്ലായ്മ ചെയ്യലാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ട കർത്തവ്യം.